എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം 1 എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ BA BSc 2ാം സെമസ്റ്റർ കോമൺ കോഴ്സ് മലയാളത്തിനകത്തുള്ള കവിതാ മാതൃകകൾ എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള പുകയില്ലാത്ത അടുപ്പുകളുടെ ഉപമ എന്ന ഭാഗമാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് എല്ലാ കാലത്തും മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷാണ്. വീരാൻകുട്ടിയെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉത്തരാധുനിക കവികളിൽ, അതായത് നമ്മൾ ഒരു കാലത്തെ കവിതകളിൽ നിന്നും ഉത്തരാധുനിക കവിതകളിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുറുങ്കവിതകളിലേക്ക് അത് പരിണമിച്ചു എന്നുള്ളതാണ്. അതായത് ഹൈക്കു കവിതകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറച്ചു വരികളിൽ ഒരുപാട് ആശയങ്ങൾ തരുന്ന ലളിതമായ കുഞ്ഞു കവിത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ആ രീതിയിൽ മലയാളത്തിന് സ്വതസിദ്ധമായ ധാരാളം കുറുങ്കവിതകൾ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് വീരാൻകുട്ടി മാഷ്. ജീവിതത്തിൻ്റെ മണമുള്ള ധാരാളം കവിതകൾ നമ്മളൊക്കെ നമ്മളെ മനസ്സിൽ അനുഭവിക്കുന്ന, നമ്മളൊക്കെ വികാര വിചാരങ്ങളെ വളരെ കൃത്യമായി വാക്കുകളിൽ വരികളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഉത്തരാധുനിക എഴുത്തുകാരനാണ് വീരാൻകുട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമ്മൾ വായിച്ചിട്ടുമുണ്ടാവും. ഇവിടെ ഈ പാഠഭാഗത്തിലെ പുകയില്ലാത്ത അടുപ്പുകളുടെ ഉപമ എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ പറയപ്പെടുന്ന, അതായത് ഉത്തരാധുനിക കവിതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഗാർഹിക പീഡനത്തിൻ്റെ ആഴം, അത് ഒരു ബിംബം, അത് അടുപ്പ് എന്ന ഒരു ബിംബവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയുടെ അവസ്ഥകളെ വളരെ കൃത്യമായി ആവിഷ്കരിച്ചുകൊണ്ട് ഈ കവിത മുന്നോട്ടേക്ക് പോവുകയാണ്. അതായത് സ്ത്രീയുടെ മോചനം എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ, സ്ത്രീ മോചനത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും പുരുഷാധിപത്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ പറ്റി വളരെ കൃത്യമായി ഈ കവിതയിൽ വരച്ചിടുന്നുണ്ട് എന്ന് പറയാം. കവിതയുടെ പേര് തന്നെ പുകയില്ലാത്ത അടുപ്പുകളുടെ ഉപമ എന്നാണ്. ഉപമ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയുന്നത് ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്, അതായത് അതുപോലെയാണ് ഇത് എന്ന് നമ്മൾ പറയലോ, അത് കണ്ടാൽ ഇതുപോലെ തോന്നുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ, തേങ്ങാപ്പൂള് കാണുമ്പോൾ നമുക്കൊരു ചന്ദ്രനെ പോലെ തോന്നുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ രീതിയിലുള്ളതിനെയാണ് നമ്മൾ ഉപമകൾ എന്ന് പറയുന്നത്. ഇവിടെ പുകയില്ലാത്ത അടുപ്പുകളെ എന്തിനോട് സാദൃശ്യമല്ല, എന്തുപോലെ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി കവി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ ഈ കാവ്യഭാഗത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ പുകയില്ലാത്ത അടുപ്പുകളുടെ ഉപമ കവിതയിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. തുടക്കം, വീട്ടിൽ നിന്നു തന്നെ അവൾക്ക് പര്യായങ്ങളുണ്ട്, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന്. തീ ഒഴിയാത്ത അടുപ്പിലെ മുക്കല്ല്, മകൾ, പത്നി, അമ്മ, 3 കൊത്തിവെപ്പുകൾ. ആദ്യ വരിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമുക്ക് സമാനമായിട്ട്, അതായത് പര്യായങ്ങളുണ്ട്, സമാനമായതുണ്ട് എന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുമ്പോൾ അത് അടുക്കള തന്നെയാണ് എന്നുള്ള ഒരു അർത്ഥം തന്നെ അവിടെ വരികയാണ്. ഒരു സ്ത്രീയുടെ ജീവിതം മുഴുവൻ, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോൾ ഗാർഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം മുഴുവൻ അടുക്കളയിൽ തേഞ്ഞു തീരുകയാണ് എന്നൊരു അർത്ഥമാണ് അവിടെ തരുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പര്യായങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കലും തീ ഒഴിയാത്ത അടുപ്പിൽ, അതായത് പൊതുവെ ഈ മുക്കല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് 3 കല്ലുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ 3 കല്ലുകൾ നമുക്കറിയാലോ അടുപ്പ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ഈ 3 കല്ലുകൾ നിരത്തി വെച്ചിട്ടുള്ള അടുപ്പുകൾ പോലെ വീട്ടിലെ 3 കല്ലുകൾക്ക്, അതായത് എരിഞ്ഞു തീരുന്ന വിറക് കത്തുന്ന അടുപ്പിലെ 3 കല്ലുകൾക്ക് 3 പര്യായങ്ങളാണ് എഴുത്തുകാരൻ നൽകുന്നത്. ആദ്യത്തേത് മകൾ എന്നുള്ള പര്യായമാണ്. രണ്ടാമത്തേത് പത്നിയാണ്, അതായത് ഭാര്യ. പിന്നീട് അമ്മ. അതായത് ഓരോ സ്ത്രീയും കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മകളായി, അല്ലെ, നമ്മൾ മറ്റ് ചില കവിതയിൽ കേട്ടിട്ടുണ്ട്, മകളായി, ഭാര്യയായി, അമ്മയായി, പെങ്ങളായി, ജന്മങ്ങൾ തള്ളുമെന്നേ. നമ്മൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒക്കെ പരിപാടികളിൽ നമ്മൾ ഈ പാട്ടുകളൊക്കെ കവിതകളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീ ഈ രീതിയിൽ അടുപ്പിലെ 3 കല്ലുകൾ പോലെ അമ്മയായും മകളായും പത്നിയായും ഒക്കെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കടന്നു പോവുകയാണ്. പക്ഷേ വീട്ടിലുള്ള നിഷേധ ബുദ്ധികളായ, അധികാരം കൈയാളുന്ന, സാമ്പത്തിക മേധാവിത്വമുള്ള പുരുഷന്മാര് ഈ സ്ത്രീയെ അവളെ വളരാൻ വിടാതെ അവളെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ
ഒന്നും സമ്മതിക്കാതെ അടുപ്പിൻ്റെ തിണ്ണയിൽ ദഹിപ്പിക്കുകയാണ് എന്ന അർത്ഥത്തിൽ അത് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അടുപ്പ് നമുക്കറിയാം സ്വാഭാവികമായും എരിഞ്ഞു തീരുന്നു. വിറക് കൊള്ളി വെക്കുമ്പോൾ ആ വിറക് കൊള്ളി കത്തുന്നു, അതിനനുസരിച്ച് അടുപ്പും അല്ലേ എരിഞ്ഞു തീരുകയാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീയുടെ ജന്മവും എന്നാണ് പറയുന്നത്. അടുത്ത വരികളിൽ വരുമ്പോൾ എന്താ പറയുന്നത്? കൊള്ളിയും കൊള്ളിവെപ്പുകാരും മാറിക്കൊണ്ടേയിരിക്കും, തീക്കരയിലെ സ്ത്രീലിംഗ പ്രതിഷ്ഠകൾ എവിടെയും പോകുന്നില്ല. കൊള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് വിറക്. നമ്മൾ കൊള്ളി എന്ന് പൊതുവെ മലബാർ ഭാഗത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിറക് അത് ചിലപ്പോൾ വലുതാവാം ചെറുതാവാം, ആ രീതിയിൽ വിറകുകൾ മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ് വിറക് എന്തിനാ ഉപയോഗിക്കുന്നത്? അടുപ്പ് എരിക്കുന്ന ഒരു ഇന്ധനം, അടുപ്പിലെരിയുന്ന ഇന്ധനമാണ് വിറക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് എന്താണ് ഏത് രീതിയിൽ എന്നതിനനുസരിച്ച് വിറകിൻ്റെ ആകൃതി രൂപം അതൊക്കെ മാറും. അതുപോലെ തന്നെയാണ് സ്ത്രീയും അല്ലേ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? വിറകിൻ്റെ രൂപം അല്ലേ നമുക്ക് മാറ്റിയെടുക്കുന്നത് പോലെ തന്നെ സ്ത്രീയെയും പുരുഷന്റെ ആവശ്യങ്ങൾക്ക് ഇച്ഛകൾക്കനുസരിച്ച് പരിമപ്പെടുത്തുകയാണ്. അടുപ്പെരിക്കുന്ന ഇന്ധനമാണ് വിറക് എങ്കിൽ ഒരു പുരുഷനെ അല്ലെങ്കിൽ പുരുഷാധിപത്യ പ്രവണതകളുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എരിച്ചു കളയാനുള്ള വെറും എന്താണ് ആ അടുപ്പിലെ കല്ലുകൾ പോലെയായി സ്ത്രീയുടെ ജീവിതവും മാറുകയാണ്. അത് വിറകിനെ ആണ് ആ രീതിയിൽ അവിടെ പറയുന്നത്. തീക്കരയിലെ സ്ത്രീലിംഗ പ്രതിഷ്ഠകൾ എവിടെയും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വിറക് ചെറുതായാലും വലുതായാലും എന്താണ് അവിടെയുള്ള ഈ കല്ലിനൊരു മാറ്റവും വരുന്നില്ല. ഈ സ്ത്രീലിംഗ പ്രതിഷ്ഠകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കല്ലുകളെയാണ്. തീ പിടിച്ച സ്ത്രീയുടെ ജീവിതം ഒരിക്കലും മാറുന്നില്ല എന്നൊരർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ വീട്ടിലൊരുക്കിയ അടുപ്പ് എന്ന വിശേഷ സാമഗ്രി, അടുപ്പ് അത്യന്താപേക്ഷികവുമാണ്. ആ അടുപ്പിൽ വേവുന്ന സ്ത്രീ ജീവിതം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? തീക്കര എന്ന് പറയുമ്പോൾ ഒരിക്കലും തീ പിടിച്ച ജീവിതം മാറാത്ത സ്ത്രീ, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ത്രീ ആയിട്ട് അവളെ പറയുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ കൊള്ളിയും കൊള്ളിവെപ്പുകാരും മാറിക്കൊണ്ടേയിരിക്കും. പുരുഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം മകനായിരിക്കും, പിന്നീട് അല്ലെങ്കിൽ ഭർത്താവാവാം, അല്ലെ പിതാവാവാം. ഇതിൽ ഏത് വർഗത്തെ എടുത്തു കഴിഞ്ഞാലും ചെറുതായാലും വലുതായാലും ഒക്കെ എന്താവുന്നു? എങ്ങനെ വന്നാലും സ്ത്രീ അവരുടെ ഒക്കെ ഇരയാണ്. എങ്ങനെ വന്നാലും സാമൂഹിക പദവിയിൽ സ്ത്രീ രണ്ടാംകിട മാത്രമായി മാറുകയാണ്. ശാരീരികമായി പോലും അവളെ ആ രീതിയിൽ പറഞ്ഞ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അത്തരം ഗാർഹിക സാഹചര്യങ്ങളെ നിശിതമായി വിമർശിക്കാനുള്ള ശ്രമമാണ് കവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉരുളിയോ പായസപാത്രമോ ശിരസിലേറ്റി ചാരത്തിൽ പൊതിഞ്ഞ്. സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെ ജീവിക്കുകയാണ്? എപ്പോഴും അടുപ്പിൻ്റെ മേലെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഉരുളി ആയിക്കോട്ടെ, ഇനിയല്ല പായസപാത്രമായിക്കോട്ടെ, ഇതിലേതായാലും ഒരു ചാരത്തിൽ ഇങ്ങനെ പുതഞ്ഞ് എന്താണ് അതേപോലെ തന്നെ സ്ത്രീയും എല്ലാ സമയത്തും സ്ത്രീയുടെ തോളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അടുപ്പെപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നവർ അതെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെയാണ് സ്ത്രീയും. ആർക്കൊക്കെയോ വേണ്ടി സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ പോലും ബലി കൊടുത്തുകൊണ്ട് സ്ത്രീയും എന്ത് ചെയ്യേണ്ടി വരികയാണ്? ചാരത്തിൽ പുതഞ്ഞിങ്ങനെ എല്ലാ സമയവും എന്താണ് എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കിടപ്പിന് മുമ്പുള്ള യാമത്തിൽ രക്ഷകരിൽ ആരെങ്കിലും വന്ന് വെള്ളം തളിച്ചു പോകും. ഉറക്കം കെടുത്തുന്ന ഒറ്റ കനലും ബാക്കിയാവരുത്. അവിടെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. പ്രതിഷേധത്തിൻ്റെ കനലായി അവൾ അണയുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ളിലൊതുക്കി രാത്രി ഒന്ന് അവൾ റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അവൾക്ക് പറ്റുന്നില്ല. പ്രതിഷേധത്തിൻ്റെ എന്താണ് ഒരു വലിയ ശബ്ദമായി മാറുമ്പോഴും ആ കനൽ പോലും വന്ന് കെടുത്തുകയാണ്. അതാണ് കിടപ്പിന് മുമ്പുള്ള യാമത്തിൽ രക്ഷകരിൽ ആരെങ്കിലും ഒരാൾ. പുരുഷനാണ് സ്ത്രീയുടെ രക്ഷ എന്ന് പറയപ്പെടുന്ന ഒരു അലിഖിതമായ ഏറ്റവും തെറ്റായ ഒരു രീതിയെ വിമർശിക്കുകയാണ് ശക്തമായിട്ട്. അല്ലേ, എന്താണ് സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അതിനൊരു പുരുഷന്റെ തുണ വേണം, ഇണ വേണം എന്നൊക്കെ പറയുന്ന ഒരു സാമ്പ്രദായികമായ പാഴ്വാക്കുകളെ നിശിതമായി കവി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്താണ് പുരുഷ മേധാവിത്വമാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് പുരുഷ മേധാവിത്വത്തിൻ്റെ ഉറക്കം കളയുന്ന കനലുകളൊന്നും അവശേഷിപ്പിക്കാൻ വേണ്ടി അവർ വിടില്ല. അതായത് ഏതെങ്കിലും രീതിയിൽ പുരുഷനെതിരെ അവൾ ശബ്ദിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഇല്ലാണ്ടാക്കണം. അതുകൊണ്ടാണ് എന്താണ് കിടപ്പിന് മുമ്പുള്ള യാമത്തിൽ ആരെങ്കിലും രക്ഷകരിൽ ആരെങ്കിലും വന്ന് എന്താണ്
വെള്ളം തളിക്കുന്നു പറയാം. കാരണം അടുപ്പ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വെള്ളം തളിച്ച് കെടുത്തു. അത് പിന്നീട് അത് എരിയാതിരിക്കാൻ, അല്ലെങ്കിൽ കനല് ഒന്നും ബാക്കിയാവരുത്, കത്തരുത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീയുടെയും ജീവിതം. അവൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ എന്താണ് മായ മൂടിക്കെട്ടുന്ന, അവളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒതുക്കുന്ന പുരുഷാധിപത്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഒറ്റക്കനലും ബാക്കിയാവരുത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വരികൾ, ആ ഒരു 1-2 വരികൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഉപന്യാസം പോലുള്ള ചോദ്യങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. വീരാൻകുട്ടി ഈ കവിതയിൽ പറഞ്ഞതുപോലെ എന്താണ്, ഒറ്റക്കനലും ബാക്കിയാവരുത് എന്ന വാക്കുകളിൽ തന്നെ ആ കവിതയുടെ പൂർണ്ണമായ ആശയം അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ പിന്നീട് വീണ്ടും സ്ത്രീ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, സ്ത്രീയുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കനൽ പോലും ബാക്കി വെക്കാതെ ആ വെള്ളം തളിച്ച് കെടുത്തുന്നു എന്ന് പറയുമ്പോൾ പുരുഷൻ അവളെ ഒരു രീതിയിലും പ്രതികരിക്കാൻ വിടാതെ പ്രതികരിക്കാനുള്ള സാധ്യതകൾ, എല്ലാ പഴുതുകളും അടയ്ക്കുന്നു, ബോധപൂർവം തന്നെ അത് ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്, മിണ്ടാതിരിക്കുന്ന വേദനിക്കുന്ന പെണ്ണായിരിക്കണം. അതെന്നും എത്ര ക്രൂരതയായാലും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമാണ്. കാരണം എരിയാൻ സമയമെടുക്കും, അതായത് ഒച്ച വയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആണ്. ഉണ്ണിക്ക് പാല് കാച്ചി ഉണ്ണിയുടെ അച്ഛന് നെയ്യൊരുക്കി അച്ചാച്ചന് ചൂടുവെള്ളം അനത്തി മുക്കല്ലും തേഞ്ഞു തീരണം. ഒരു അടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ എന്താണ് തുടർച്ചയായി അതിൻ്റെ പണി എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ, അതിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതൊടുവിൽ തേങ്ങി തീരും. അതുപോലെ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ സമയത്തും ഒരു രീതിയിലും വിശ്രമമില്ലാതെ അവളിങ്ങനെ തേഞ്ഞു തീരുന്ന അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ കടമകളെ പറ്റി, കടമകൾ എന്ന് പറഞ്ഞു വെക്കുന്ന വാക്കുകളെ പറ്റിയാണ് പറയുന്നത്. കുട്ടിക്ക് പാല് കാച്ചാൻ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉണ്ണിയുടെ അച്ഛന് നെയ്യൊരുക്കി എന്ന് പറയുമ്പോൾ അത് ഉണ്ണിയുടെ അച്ഛന് നെയ്യൊരുക്കി എന്ന് പറയുമ്പോൾ ശരീരം നെയ്യ് പോലെ ആക്കി എന്നുള്ള അർത്ഥത്തിലും കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അച്ഛനെ സംബന്ധിച്ച് പിതാവിനാണെങ്കിൽ പിതാവിനെ ചൂടുവെള്ളാക്കി കൊടുക്കണം. ഇങ്ങനെ കർമ്മ നൈരന്തര്യം നിറഞ്ഞ, ബഹുലതകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്ത്രീയുടേത്. അത് അച്ഛനു വേണ്ടിയും മകനു വേണ്ടിയും ഭർത്താവിനു വേണ്ടിയും ഒക്കെ അവൾ എല്ലാ സമയത്തും ഇങ്ങനെ എന്താണ് ഒരു യന്ത്രം കണക്കെ, എണ്ണയിട്ട യന്ത്രം കണക്കേ ഇങ്ങനെ അവൾ എന്താണ് ഓരോ പണികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പച്ചവിറകിൽ പുകഞ്ഞോ ചിരട്ടക്കനലിൽ എരിഞ്ഞോ വേണം എപ്പോഴും. ഒരിക്കലും അവൾ ഒരു വിശ്രമിക്കാൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് നമ്മൾ പണിയെടുത്ത് തളർന്നിരിക്കുന്ന സമയത്ത് പോലും എന്താണ് അച്ഛൻ വന്ന് ചായക്ക് ചോദിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്നതേ ഉള്ളൂ, ഒന്ന് ചായ വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ ഇവിടെ പണി എന്ന് ചോദിക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താണ്, സ്ത്രീയുടെ എത്ര വലിയ ജോലി അവൾ ചെയ്താലും ആ പ്രവൃത്തിയൊക്കെ വില കുറച്ച് കാണുന്ന ഒരു രീതിയാണത്. അതുകൊണ്ടാണ് പച്ചവിറകിൽ പുകഞ്ഞു. എന്താണ് പച്ചവിറകിൽ പുകയാന്ന് ഉദ്ദേശിക്കുന്നത്? ഉണങ്ങിയ വിറകാകുമ്പോൾ അത് പെട്ടെന്ന് കത്തും. പച്ചവിറകാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും അത് കത്താൻ വേണ്ടി. അപ്പം അത് എത്ര വേദനയായാലും പ്രശ്നമില്ല, സ്ത്രീ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കണം. ചിരട്ടക്കനലിൽ എരിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ എന്തായിരിക്കണം, അവളിങ്ങനെ എല്ലാ സമയത്തും ഊതിയും, അല്ലേ, പച്ചവിറകാകുമ്പോൾ നമ്മൾ ഊതിക്കൊണ്ടേ ഇരിക്കണം. പിന്നെയോ ചിരട്ടക്കനലാകുമ്പോൾ അത് ഉരുകി പോകും. അങ്ങനെ അപ്പോൾ ഊതിയും ഒഴുകിയും എന്താണ് ഒരു നരക തുല്യമായ ജീവിതം സ്ത്രീക്ക് ലഭിക്കുകയാണ്. ആ കെടാതെ അവൾ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തീനാവുകൾ ഉള്ളിൽ തന്നെ അടക്കി വെച്ചാൽ വർദ്ധിച്ച ഇന്ധനക്ഷമത. അതെന്താ ഉദ്ദേശിക്കുന്നത്? വായടക്കൂ എന്നുള്ളതാണ്. നാവടക്കുക, മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്താണ്, വീണ്ടും വീണ്ടും ആ പണി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി പ്രതികരിക്കുകയാണെങ്കിൽ അതും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വിഭാഗം, പുരുഷ മേധാവിത്വത്തിൻ്റെ വിഭാഗം അവളുടെ പിറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പുക പോലും ഇല്ലാത്ത ചെറിയ അടുപ്പുകൾക്കാണ് പ്രിയം. പിന്നെ പുതിയ കാലത്തെ പറ്റി പറയാണ്. അതായത് എന്തൊക്കെ പറഞ്ഞാലും പ്രതിഷേധിക്കാതിരിക്കുന്ന എന്തിനാണ് പുകയില്ലാത്ത അടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പുകയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് അത് തിരഞ്ഞു പിടിച്ച് വാങ്ങുന്നത്. ഇപ്പോൾ അധിക വീടുകളിൽ നമ്മളത് ആക്കി വെക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീയുടെയും കാര്യം. പ്രതിഷേധിക്കാത്ത സ്ത്രീ ആണ് മാർക്കറ്റ് കൂടുതലുള്ളത് എന്നൊരു ഐറണിയാണ് അവിടെ നമുക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് പുക പോലും പാടില്ല, എങ്ങനെയായാലും എരിഞ്ഞു തീരണം. ഈ എരിഞ്ഞു തീർന്നു എന്നുള്ളതിൻ്റെ ബാക്കി പത്രം എവിടെയും അവശേഷിപ്പിക്കരുത്. പുരുഷന് വേണ്ടി എല്ലാ സമയത്തും എരിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള അർത്ഥമാണത്. കല്ലടുപ്പ് ശക്തി കുറഞ്ഞ പഴയ ഒരു രൂപകം. പക്ഷേ അടുക്കളയിൽ അവൾക്ക് വേറെ പര്യായങ്ങൾ ആവശ്യമില്ല. നമ്മൾ കല്ലടുപ്പിൽ നിന്നും മാറി പുകയില്ലാത്ത അടുപ്പുകളിലേക്കൊക്കെ എത്തിയെങ്കിലും എന്താണ് വർദ്ധിച്ച ഇന്ധനക്ഷമത, അല്ലെ, തീനാമകൾ ഉള്ളിലടക്കുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കുന്നവരെ എന്താണ് ആണുങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ തരുന്നത്.
നമ്മൾ കല്ലടുപ്പുകൾ മാറ്റി പുകയില്ലാത്ത അടുപ്പുകൾ എടുത്ത് എന്ന് പറയുമ്പോഴും എന്താണ് ഈ പുകയില്ലാത്ത അടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധിക്കാത്തത്, ബാക്കിയൊന്നും ഇല്ലാത്തത്, പൂർണ്ണമായും കത്തുന്നത്, പുറത്തോട്ടേക്ക് മറ്റൊന്നും വരാത്തത്. അതുപോലെ തന്നെ സ്ത്രീ പൂർണ്ണമായും അടിമയായിരിക്കുന്ന ശബ്ദിക്കാത്ത സ്ത്രീ എന്ന രീതിയിൽ വീട്ടിനകത്തെ സ്ത്രീകളെ എന്താണ് പുരുഷന്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ചിട്ടപ്പെടുത്തി വയ്ക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് സ്ത്രീ ഒരു ദേവതയാണ്, അവൾ പുരുഷനെ അനുസരിക്കണം, പുരുഷനെ എതിർക്കുവാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആശയത്തെ നിശിതമായി തന്നെ കവി വിമർശിക്കുകയാണ്. അതായത് വാക്കിൽ പോലും കാർക്കശ്യമുള്ള സ്ത്രീ എന്താണ് അത് വളരെ മോശമാണെന്നും, കാർക്കശ്യത്തോടെ സംസാരിക്കുന്ന, തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, ശബ്ദമുയർത്തുന്നവർ മോശമാണ് എന്നും കരുതുന്ന പുരുഷ വിഭാഗത്തോടുള്ള ശക്തമായ വിയോജിപ്പാണ് കവി ഇവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പുകയില്ലാത്ത അടുപ്പുകളായി എരിഞ്ഞു തീരേണ്ട ജീവിതമല്ല, അടുക്കളയിലുള്ള ഒരു എരിഞ്ഞു തീരേണ്ട വസ്തുവുമല്ല സ്ത്രീ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സഹനവും ത്യാഗവും മാത്രം ഇന്ധനമാക്കി അല്ലെ അവരുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ മൂർത്തിമത് ഭാവങ്ങളായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാലത്തെയും സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശക്തമായി പോരാടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അവളുടെ ഗാർഹിക ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളെയാണ് ഈ കവിതയിലൂടെ വീരാൻകുട്ടി വരച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീപക്ഷ രചന എന്ന നിലയിൽ കൂടി എല്ലാ കാലത്തും പ്രസക്തവുമാണ് എന്ന് വേണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൊക്കെ ഉത്തരമായി എഴുതാൻ വേണ്ടി. ഇത്രയാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.